കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും CPM-നുമെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കലക്ടറേറ്റ് മാർച്ച് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്നും ഇതിന്റെ വ്യാപ്തി അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്തിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ച കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഏറെ ഹൃദയവേദനയിലാക്കിയിരിക്കുകയാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് മുതൽ അയ്യപ്പന്റെ സ്വർണം വരെ മോഷ്ടിക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് CPM. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജയിൽവാസം ഇതിന്റെ തെളിവാണ്. സ്വർണം മോഷ്ടിച്ചവരെ സംരക്ഷിക്കുകയും ഫണ്ട് തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചവരെ പുറത്താക്കുകയും ചെയ്യുന്ന നയമാണ് പാർട്ടിയുടേതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കേരളത്തിലെ വിശ്വാസി സമൂഹം ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയെക്കുറിച്ച് കേട്ടത്. ഈ അടുത്ത ദിവസങ്ങളിൽ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. CPM-ന് കിട്ടിയ പത്മ അവാർഡാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പത്മകുമാർ MLA, മുൻ MLA. ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടത്തിയതിന് അയ്യപ്പൻ കൊടുത്ത പത്മ അവാർഡാണ് CPM-ന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഇനിയും കൂടുതൽ അവാർഡുകൾ CPM-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വൈരുദ്ധ്യമാണ്. സ്വർണ്ണപ്പാളി കവർച്ചയിൽ SIT അന്വേഷണത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള CPM-ന്റെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി കൊടിമരജാഥ പോലെ ജയിലിലേക്ക് പോയിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു വശത്ത് സ്വീകരിക്കുമ്പോൾ പയ്യന്നൂരിൽ ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി പിരിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് തെളിവ് സഹിതം സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, സമുന്നതനായിട്ടുള്ള നേതാവ് ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. സത്യം വിളിച്ചു പറയുന്നവൻ, അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവൻ, അങ്ങനെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന സഖാവിനെ പാർട്ടിക്ക് പുറത്താക്കുകയും അഴിമതി ചെയ്യുന്ന സഖാവിനെ പാർട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്റ്റാലിന്റെ കാലത്ത് സൈബീരിയൻ മഞ്ഞുപാളികളിലേക്കാണ് അത്ര അഴിമതിക്കാരെ റഷ്യയിൽ പറഞ്ഞയക്കുന്നത്, സൈബീരിയൻ മഞ്ഞുപാളികളിലേക്ക്. പക്ഷേ പിണറായി വിജയന്റെ കാലത്തേക്ക് അഴിമതിക്കാരായ സഖാക്കളെ പറഞ്ഞയക്കുന്നത് മന്ത്രിസഭയിലേക്കും നിയമസഭയിലേക്കുമാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയി അധ്യക്ഷത വഹിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി VA കരീം, KP അബ്ദുൾ മജീദ്, KPCC മെമ്പർമാരായ V മധുസൂദനൻ, പറമ്പൻ റഷീദ്, അഡ്വക്കേറ്റ് ബെന്നി തോമസ്, KT അജ്മൽ, DCC ഭാരവാഹികളായ ഹാരിസ് ബാബു ചാലിയാർ, PCA നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈഫ്, മലപ്പുറം.